പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് നിങ്ങളുടെ നാളെ എന്ന ജ്യോതിഷ വിഷയമാകുന്നു. നിങ്ങളുടെ നാളെ 1200 ഇടവമാസം 23-ാം തീയതി, അതായത് 2025 ജൂൺ മാസം 6-ാം തീയതി വെള്ളിയാഴ്ച. നാളെ വെള്ളിയാഴ്ചത്തെ തൃശ്ശൂർ സൂര്യോദയം കാലത്ത് 6:05 അസ്തമയം വൈകിട്ട് 6:21 നാളെ രാഹുകാലം ഉച്ചയ്ക്ക് നിങ്ങൾക്കറിയാം 10:30 മുതൽ 12 മണി വരെയുള്ള 1.5 മണിക്കൂർ ദൈർഘ്യ സമയമാകുന്നു. നാം ശുഭകാര്യങ്ങളൊന്നും തന്നെ രാഹുകാലത്ത് അനുഷ്ഠിക്കാറില്ല. നാളത്തെ നക്ഷത്രം വെളുത്തപക്ഷത്തിലെ ചിത്ര നക്ഷത്രമാകുന്നു. നല്ല ശുഭമുള്ള നക്ഷത്രമാണ്. ഉത്തരത്രയത്തിൽപ്പെടുന്ന നക്ഷത്രമാകുന്നു ചിത്ര നക്ഷത്രം. ഉത്രമത്തം ചിത്ര. നാളത്തെ ദിനത്തിന് ഭൂമിപരമായ വിഷയങ്ങൾ, ഭൂമി വാങ്ങൽ കൊടുക്കൽ, അതുമായി ബന്ധപ്പെടുന്ന വിഷയങ്ങൾ, അല്ലെങ്കിൽ ഭൂമിയിൽ ഖനനം ചെയ്യുക, ഭൂമി കൊത്തി ഇളക്കുവാനും ഒക്കെ തന്നെ നാളത്തെ ദിനം നല്ലതാണ്. കാർഷികമായ വിഷയങ്ങൾക്കൊക്കെ ചിത്ര നക്ഷത്രം നാം വളരെയധികം സ്വീകരിക്കാറുണ്ട്. നാളത്തെ ആ ചിത്ര നക്ഷത്രത്തെ സപ്പോർട്ട് ചെയ്യുന്ന തിഥിയുമാണ്. നാളെ വെളുത്തപക്ഷത്തിലെ ഏകാദശി തിഥിയാകുന്നു. വളരെയധികം ഫലമുള്ള തിഥിയാകുന്നു ഏകാദശി, വെളുത്തപക്ഷത്തിലെ ഏകാദശി. വെളുത്തപക്ഷത്തിലെ ഏകാദശിയും കറുത്തപക്ഷത്തിലെ ഏകാദശിയും ഭഗവാൻ കൃഷ്ണനുമായി വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്നു. പക്ഷേ കറുത്തപക്ഷ ഏകാദശിക്ക് വളരെയധികം കൃഷ്ണനുമായി ബന്ധമുണ്ട്. കറുത്തപക്ഷത്തിലെ ഏകാദശിയിലാണ് കൃഷ്ണൻ എല്ലാ വഴിപാടുകളും ഭക്തർ, കൃഷ്ണഭക്തർ അനുഷ്ഠിക്കുക. എങ്കിലും വെളുത്തപക്ഷത്തിലെ ഏകാദശിയിലും ഏകാദശി വ്രതമൊക്കെ സാധാരണ ഭക്തർ എടുക്കാറുണ്ട്. അത് വെളുത്തപക്ഷത്തിലെ ഏകാദശിയായാലും കറുത്തപക്ഷത്തിലെ ഏകാദശിയായാലും. ഇതിൽ ഏറ്റവും പ്രധാനമാണ് വൈകുണ്ഠ ഏകാദശി. നാളത്തെ നക്ഷത്രം ഗുണമാണെന്ന് പറഞ്ഞു. നാളത്തെ തിഥി നല്ലതാണ്. നാളത്തെ ദിനവും വെള്ളിയാഴ്ച, ശുക്രവാരം വളരെ അനുകൂലമാണ്. പക്ഷേ സ്ത്രീകളും ഗർഭിണികളും നാൽക്കാലികളും സഞ്ചരിക്കാത്ത ദിനമാകുന്നു വെള്ളിയാഴ്ച. മറ്റെല്ലാ വിഷയങ്ങൾക്കും നാളത്തെ ദിനം വളരെ അനുകൂലമാണ്. നാളെ ഉച്ചയ്ക്ക് 1:05 മുതൽ 3 മണി വരെയുള്ള സമയം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് എല്ലാ ശുഭകാര്യങ്ങൾക്കുമായി സമയം കണ്ടെത്താവുന്നതാണ്. നാളെ വെള്ളിയാഴ്ച ചിത്ര നക്ഷത്രമാകയാൽ നിങ്ങൾക്ക് നന്നായി ഭദ്രകാളി ക്ഷേത്രത്തിൽ വഴിപാടുകൾ ചെയ്യുന്നത് വളരെ ഗുണമാണ്. കാരണം ചിത്ര ചൊവ്വ പ്രതിനിധാനം ചെയ്യുന്ന ഗ്രഹമാകുന്നു. വളരെ ശക്തമാണ്. ശുക്രൻ ദേവിയെ. അതിലും വെള്ളിയാഴ്ച ഭദ്രകാളി ക്ഷേത്ര ദർശനവും അവിടെ ചെയ്യുന്ന വഴിപാടുകളും വളരെ ഗുണമായി. ഭദ്രകാളി മന്ത്രം ഓം ഐം ക്ലീം സൗം ഹ്രീം ഭദ്രകാള്യൈ നമഃ എന്ന കാളി മന്ത്രം വളരെയധികം ഗുണകരമായി തീരും നാളെ വെള്ളിയാഴ്ച ചിത്ര നക്ഷത്രക്കാർ. അപ്രകാരം സുബ്രഹ്മണ്യ ക്ഷേത്ര ദർശനവും വളരെ ഗുണമാണ്. സുബ്രഹ്മണ്യന് ഇഷ്ടപ്പെട്ട സുബ്രഹ്മണ്യ പൂജ, പുഷ്പാഞ്ജലി, അപ്രകാരം തന്നെ പഞ്ചാമൃതം, ത്രിമധുരം വഴിപാടുകൾ ചെയ്യുന്നത്, കടുംപായസം വഴിപാടുകൾ ചെയ്യുന്നത് സന്താന ശ്രേയസ്സിനും അവരുടെ വിദ്യാഭ്യാസത്തിനും വളരെ ഉപകരിക്കുന്നതാണ് ചിത്ര നക്ഷത്രക്കാർക്ക്. എല്ലാ ചിത്ര നക്ഷത്രക്കാർക്കും ശോഭനമായ നല്ലൊരു നാളെ ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.